അങ്ങനെ ചാമിൻ ആ ഒരു ഹോട്ടൽ ഉപേക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയും അവിടുത്തെ ജോലി ഉപേക്ഷിക്കുന്നു. അപ്പോഴത്തേക്കും മിതവക്കാരനെ ഹീറോയും അങ്ങോട്ടേക്ക് എത്തുന്നു. അന്ന് അവനെ ആക്സിഡന്റ് രക്ഷിച്ച ആ ഒരു ആന്റിയുടെ കയ്യിൽ നിന്ന് ഒരു ട്രക്കും വാടകയ്ക്ക് എടുക്കുന്നു. അതിനുശേഷം ഹീറോയിനും ചാമിനും കൂടി ചേർന്ന് ചെറിയ രീതിയിൽ ആ വണ്ടി തട്ടിക്കൂട്ടി ഒരു ഫുഡ് ട്രക്ക് തുടങ്ങുന്നു. ഹീറോയിനോട് അവളുടെ പാഷനായിട്ടുള്ള ഡ്രോയിങ്ങിൽ ഫോക്കസ് ചെയ്യാനും അവർ പറയുന്നു. അങ്ങനെ അവളും ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഡോക്ടർ സഹോദരന്റെ കള്ളക്കളിയൊക്കെ ഏകദേശം അവന്റെ ഗേൾഫ്രണ്ടിന്റെ അമ്മയ്ക്ക് മനസ്സിലായിരിക്കാണ്. അവന്റെ ഫാമിലിയൊക്കെ അമേരിക്കയിലാണെന്നാണ് അവൻ പറഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ വെറും കിട്ടുകഥകൾ മാത്രമാണെന്ന് ഇവർ കണ്ടെത്തുന്നു. പക്ഷെ അപ്പൊ കറക്റ്റ് സമയത്ത് തന്നെ ആ ചെയർമാൻ അങ്ങോട്ടേക്ക് വന്ന് ഇവന്റെ ഫാമിലി എനിക്കറിയാം, ഇവന് നല്ല പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവനെ പുകഴ്ത്തി അവരോട് സംസാരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഇവനും ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നു. എന്നിട്ട് ഇയാളെ എന്തോ ഒരു കാര്യത്തിന് ഇവനെ നാട് കടത്താനായിട്ട് ശ്രമിക്കുന്നു. അതിനൊരു മറയായിട്ട് ഇയാളുടെ അമേരിക്കയിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഇവനിക്കൊരു പ്രൊമോഷൻ കൊടുക്കുകയാണെന്ന് പറയുന്നു. അവനും അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവും. ഇവിടെ ഇപ്പോൾ അവരുടെ ഫുഡ് ട്രക്ക് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യൂവിൽ നിന്നാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത്. പക്ഷെ നമ്മുടെ ഹീറോയിൻ പങ്കെടുത്ത ആ ഒരു കോമ്പറ്റീഷനിൽ അവൾക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ ക്യൂ കാണുമ്പോൾ അവൾക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവും.